സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ മെഗാ വനം അദാലത്ത് 2026 സംഘടിപ്പിക്കുന്നു. ഈ മാസം 14-ാം തീയതി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് അദാലത്ത് നടത്തുക. മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര അപേക്ഷകൾ, വനം വകുപ്പിൽ നിന്നുള്ള NOC ഉൾപ്പെടെയുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ, മറ്റ് വനസംബന്ധിയായ വിഷയങ്ങൾ എന്നിവ അദാലത്തിൽ സ്വീകരിക്കും. മുൻകൂട്ടി അപേക്ഷ നൽകാത്തവർക്കും അദാലത്ത് ദിവസം നേരിട്ട് എത്തി പരാതി സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. പൊതുജനങ്ങൾക്കായി നിയമസഹായ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കേണ്ട രീതി, ആവശ്യമായ രേഖകൾ, നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി വിശദീകരിക്കും. അദാലത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത്, മഞ്ചേരി MLA M റഹ്മത്തുള്ള, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം എന്നിവർ പങ്കെടുക്കും. വണ്ടൂർ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കർഷക പ്രതിനിധികൾ, കർഷകർ, PRT അംഗങ്ങൾ തുടങ്ങിയവരും അദാലത്തിൽ സംബന്ധിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത പറഞ്ഞു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ കീഴിൽ ഓഗസ്റ്റ് 14-ന് വനം വകുപ്പിന്റെ ഒരു മെഗാ കോമ്പൻസേഷൻ അദാലത്ത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ അവർകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നിലമ്പൂരിന്റെ MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പരിപാടിയിൽ സംബന്ധിക്കും. വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഈ അദാലത്തിൽ സ്വീകരിക്കും. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്ത കർഷക പ്രതിനിധികൾക്കും ഈ അദാലത്തിൽ നേരിട്ട് വന്ന് പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ബോധവൽക്കരണ ക്ലാസും ഈ പരിപാടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ പൊതുജനങ്ങളും കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കാളികാവ് റേഞ്ച് ഓഫീസർ PT മുബഷീറും അറിയിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പന്തലിങ്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റഹിയാനത്ത് BV, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ E സഫീർ ജാൻ, PP അബ്ദുൾ റസാഖ്, K സജിന, ബ്ലോക്ക് HSC AC അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.